നമസ്കാരം. ഇന്ന് ഒരു തെന്നാലി രാമൻ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മഴ പെയ്യാറുള്ള കാലത്ത് മഴ പെയ്യാതിരുന്നു. തെന്നാലിയിൽ അത്യധികമായ ചൂടും വരൾച്ചയുമുണ്ടായി. കുളങ്ങളിലും കിണറുകളിലും ഒട്ടും വെള്ളമില്ലാതായി. ഈ സ്ഥിതി കുറേ ദിവസം തുടർന്നു. ഇങ്ങനെ പോയാൽ ആളുകൾക്ക് തെന്നാലി ദേശം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അല്ലാത്തപക്ഷം അവർ വെള്ളം കുടിക്കാതെ മരിക്കുകയും ചെയ്യും. അതാ ആരാണ് തെന്നാലിയിലേക്ക് വരുന്നത്? അന്യദിക്കുകാരനായ ഒരു സന്യാസി. എന്തോ ഒരു ആശ്ചര്യമാണിത്. സന്യാസിയോടുകൂടി മഴയും വന്നിരിക്കുന്നു. സാധാരണ മഴയല്ല, കോരിച്ചൊരിയുന്ന പേമാരി. തെന്നാലി നിവാസികൾ ഭക്തി കൊണ്ട് സന്തോഷ പുളകിതരായി. ഈശ്വരഭക്തിയല്ല, സന്യാസിയോടുള്ള ഭക്തി. എത്ര ദിവ്യത്വമാണ് സന്യാസിക്ക്! അദ്ദേഹം നാട്ടിൽ പ്രവേശിച്ചതേയുള്ളൂ. അപ്പോഴേക്കും വരൾച്ച മാറി, മഴയായി. ഓടിച്ചെന്നവർ സന്യാസിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഒരുവൻ മാത്രം ഓടിച്ചെന്നുമില്ല, നമസ്കരിച്ചതുമില്ല. അവൻ മറ്റാരുമല്ല, തെന്നാലിയിലെ രാമൻ തന്നെ. അവനെക്കുറിച്ച് മറ്റെല്ലാവർക്കും പുച്ഛമായി. ഭക്തിയില്ലാത്ത ഒരു ചെറുക്കൻ. ഹേ സന്യാസി വരിക, നമ്മുടെ ആ പനമരം എങ്ങനെയുണ്ട്? രാമൻ ചോദിച്ചു. ആളുകൾക്ക് ഇത് കേട്ടപ്പോൾ നീരസമാണ് രാമനോട് തോന്നിയത്. പനമരം എങ്ങനെയുണ്ട് പോലും? കൊള്ളാം, നല്ല ചോദ്യം, അതും ഈ ദിവ്യനോട്. ചോദ്യം കേട്ട് സന്യാസി പുഞ്ചിരി തൂകി. മാത്രമല്ല രാമനെ നോക്കി തലയും കുലുക്കി, എന്തോ സമ്മതിക്കുന്ന മട്ടിൽ. അവർക്ക് ഒന്നും മനസ്സിലായില്ല. രാമൻ മനസ്സിലാക്കി കൊടുത്തു. പണ്ടൊരിക്കൽ ഒരു കാക്കയ്ക്ക് ഒരിടത്ത് ഇരിക്കണം. അങ്ങനെ തോന്നിയ കാക്ക ഒരു പനമരത്തിൽ ചെന്നിരുന്നു. ആ നിമിഷത്തിൽ എന്തുണ്ടായെന്നോ? ആ പനമരത്തിലെ ഒരു തേങ്ങ തനിയെ വീഴാനിടയായി. അത് കണ്ടു നിന്നിരുന്ന കുറേ ആളുകൾ അവർക്കൊന്ന് തീർച്ചയായി. പനന്തേങ്ങ വീഴാൻ കാരണം കാക്ക ഇരുന്നതാണ്. നോക്കണേ അവരുടെ അന്ധവിശ്വാസം. സന്യാസി രാമനെ പ്രത്യേകം വിളിച്ചു. നിന്റെ ബുദ്ധിശക്തിയിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാം, നീ അവ അനുസരിക്കണം. എന്നാൽ നീ കെങ്കേമനാവും, സന്യാസി പറഞ്ഞു. തുടർന്ന് സന്യാസി അല്പം സംസാരിച്ചു. അദ്ദേഹത്തിനൊരു കാളീമന്ത്രം വശമുണ്ട്. ആ കാളീമന്ത്രം രാമനെ പഠിപ്പിക്കാം. രാമൻ കാളീക്ഷേത്രത്തിൽ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം. കാളീദേവി പ്രസാദിക്കും, രാമനെ അനുഗ്രഹിക്കും. സന്യാസിയുടെ പക്കൽ നിന്ന് രാമൻ കാളീമന്ത്രം പഠിച്ചു. രാത്രിയിൽ കാളീക്ഷേത്രത്തിൽ ചെന്ന് മന്ത്രം ജപിച്ചും തുടങ്ങി. അർദ്ധരാത്രി വന്നെത്തി.